ഫ്രാൻസിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. ലിസ്യുവിലെ ഒരു കുന്നിൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഓഫ് തെരേസ. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ റോസാപുഷ്പങ്ങൾ ചൊരിയുന്ന വിശുദ്ധ കൊച്ചു തെരേസ്യായുടെ ബഹുമാനാർത്ഥം നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ ബസിലിക്ക ദേവാലയം. വിശുദ്ധ കൊച്ചു തെരേസ്യ ഈ ലോകത്ത് 24 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു സാധാരണ പെൺകുട്ടി. മഠത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിച്ച് ആഗോള മിഷണറി മധ്യസ്ഥയായി മാറിയവൾ. ജീവിതത്തിൽ രക്തസാക്ഷി മകുടമോ അസ്വാഭാവിക അത്ഭുതങ്ങളോ ഇല്ലാത്ത വിശുദ്ധ കൊച്ചു തെരേസ്യായെ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധയെന്നാണ്. വിശുദ്ധ കൊച്ചു തെരേസ്യായോടുള്ള ഇഷ്ടത്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെ സമർപ്പണത്തിലൂടെ 1951 ആശീർവദിച്ച ബസിലിക്ക ഓഫ് തെരേസ എന്ന ഈ ദേവാലയത്തിലേക്ക് വിശുദ്ധയിലൂടെ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ വർഷവും ഇവിടേക്ക് കടന്നുവരുന്നു. വിശുദ്ധയുടെ ഓർമ്മ തിരുനാളിൻ്റെ 125 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിൻ്റെ നാനാഭാഗത്തും പുണ്യവതിയുടെ നാമധേയത്തിലുള്ള എണ്ണമറ്റ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും വിശുദ്ധ കൊച്ചു തെരേസ്യായുടെ പേരിലുള്ള ദേവാലയങ്ങളുണ്ട്. ആയിരത്തി 1925 തൃശ്ശൂർ അതിരൂപതയിൽ ഒളരിക്കര ഇടവകയിൽ ആദ്യമായിട്ട് വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ രൂപം പ്രതിഷ്ഠിച്ചത്. അന്നു മുതൽ ഇവിടെയുള്ള കത്തോലിക്കരും മറ്റ് നാനാ മതസ്ഥരും വിശുദ്ധ കൊച്ചു തെരേസ്യയെ അവരുടെ നെഞ്ചിലേറ്റി വരികയാണ്. 2019 സെപ്റ്റംബർ മാസത്തിലാണ് ഫ്രാൻസിലെ ലിസ്യുയിൽ നിന്നും വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മറാൻഡൂസ് താഴത്തിവിടെ ജനങ്ങൾക്കായിട്ട് പ്രതിഷ്ഠിച്ചത്. വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ ശരീരഭാഗമാണ് ഈ തിരുശേഷിപ്പിൽ അടങ്ങിയിരിക്കുന്നത്. അന്ന് മുതൽ ഇവിടുത്തെ ഓരോ വിശ്വാസിയും നാട്ടുകാരും വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചു വരികയാണ്. വിശുദ്ധ കൊച്ചു തെരേസ്യ മരിച്ചതിൻ്റെ 125-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ജൂബിലിയുടെ എല്ലാ ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികളുണ്ടായിരുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി, അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ 2015 വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേനയിൽ പങ്കെടുക്കുകയും ആ കൊല്ലം തന്നെ ആദ്യമായി വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ നാമധേയത്തിൽ പ്രസിദ്ധീയാവുകയും ചെയ്തു. തുടർന്ന് പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ 2016 ഓഗസ്റ്റ് 17-ാം തീയതി ഞങ്ങൾക്ക് ഈ പൊന്നുമോളെ ലഭിക്കുകയും ചെയ്തു. വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ സ്നേഹ സമ്മാനമാണ് ഞങ്ങളുടെ മോൾ. വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ നാമധേയത്തിലുള്ള പേരാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്, തെരേസ മേരി ബ്ലിസ്. ഇവളാണ് ഞങ്ങളുടെ കൊച്ചു തെരേസ്യ ഞങ്ങൾക്ക് തന്ന മുത്ത്. കുട്ടികളെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും സ്വഭാവവും പെരുമാറ്റവും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ അടുത്ത് വന്ന് ആശ്രയിക്കുന്നതൊക്കെ നമ്മളെ കുട്ടികളിലേക്ക് അടുപ്പിക്കുന്നു. ഒരു കൂട്ടത്തിൽ ഒരു കുട്ടിയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അസാധാരണമായിട്ട് ഒന്നും ആ കുട്ടി ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് നമ്മെ ആ കുട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ അസാധാരണമായി ഒന്നും ചെയ്തില്ലെങ്കിലും നിഷ്കളങ്കമായി സ്നേഹിച്ച് ദൈവാശ്രയത്തിൽ ജീവിച്ചു മരിച്ച ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു തെരേസ്യ. ഫ്രാൻസിലെ അലൻസോൺ പട്ടണത്തിൽ സെലി മാർട്ടിൻ്റെയും ലൂയി മാർട്ടിൻ്റെയും 5 മക്കളിൽ ഏറ്റവും ഇളയവളായി 1873 ജനുവരി 2-ാം തീയതിയാണ് കൊച്ചു തെരേസ്യ ജനിച്ചത്. ആ ദമ്പതികൾക്ക് 9 മക്കൾ പിറന്നെങ്കിലും 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ശൈശവത്തിൽ തന്നെ മരിച്ചു. അവശേഷിച്ച 5 പെൺമക്കളെ കർത്താവിൻ്റെ മണവാട്ടികളായി സമർപ്പിച്ച അനുഗ്രഹീത ദമ്പതികളെ പിൽക്കാലത്ത് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധരായ മാതാപിതാക്കൾ മക്കളെ ദൈവഭയത്തിലും
വിശുദ്ധിയിലും വളർത്തുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കുസൃതി കുരുന്നായിരുന്നെങ്കിലും കുഞ്ഞു തെരേസ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. മാതാപിതാക്കൾ തെരേസയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. കൊച്ചു ത്രേസ്യയ്ക്ക് 4 വയസ്സുള്ളപ്പോഴാണ് 1877 അവളുടെ പ്രിയപ്പെട്ട അമ്മ സ്തനാർബുദം ബാധിച്ച് മരിക്കുന്നത്. അമ്മയെ നഷ്ടപ്പെട്ട കൊച്ചു ത്രേസ്യായ്ക്ക് അവളുടെ മൂത്ത സഹോദരി പൗളിൻ അമ്മയും കൂട്ടുകാരിയും വഴികാട്ടിയുമായി മാറി. പിന്നീട് വാച്ചുകച്ചവടക്കാരനായ ത്രേസ്യയുടെ പിതാവ് ലൂയി മാർട്ടിൻ തൻ്റെ 5 മക്കളെയും കൊണ്ട് ലിസ്യുവിലെ ലെബ്യൂസോനയിലേക്ക് താമസം മാറ്റി. ഇത് ലെസ് ബിസോനെറ്റ്സ്, ലിസ്യൂക്സിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ഭവനം. പുണ്യവതി കാർമൽ മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ അവളുടെ ജീവിതത്തിൻ്റെ 11 വർഷങ്ങൾ ഇവിടെ ചിലവഴിച്ചു. കാർമൽ മഠത്തിൽ പോകുന്നതിന് മുൻപ് വിശുദ്ധയുടെ ആദ്യ കുർബാനയുടെ ഭക്ഷണത്തിനും അവസാന ഭക്ഷണത്തിനും സാക്ഷ്യം വഹിച്ച ഡൈനിങ് റൂം, 1886 ക്രിസ്മസിന്റെ മഹത്തായ കൃപ ഉണർത്തുന്ന ചിമ്മിണി അടുപ്പും, 1883 മെയ് മാസം രോഗിയായി കിടന്നെടുത്തുനിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുഞ്ചിരിയാൽ സൗഖ്യം പ്രാപിച്ച മുറിയും വളരെ സൂക്ഷ്മതയോടെ ഇവിടെ സന്ദർശകർക്കായി പരിപാലിക്കപ്പെടുന്നുണ്ട്. ഈ ദേവാലയം വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ്. വടൂക്കര ഈ ഇടവകയിലെ ധാരാളം ജനങ്ങൾ, പാവപ്പെട്ട അധ്വാനിക്കുന്ന കർഷകരായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ ചെയ്യുന്ന കുടുംബങ്ങളാണ് ഇവിടെയൊക്കെ താമസിക്കുന്നവർ. ഇവരുടെ ജീവിതത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ സ്വാധീനം വളരെ വലുതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ എല്ലാ വർഷവും ഏറ്റവും ഭക്തിയോടുകൂടി ആചരിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെലുത്തിയിട്ടുള്ളത്. ഇന്ന് വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ഉറക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്നെയാണ്. കുടുംബത്തിലൂടെ തന്നെ വിശുദ്ധിയുടെ ആദ്യപാഠങ്ങൾ പഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാവർക്കും, ഈ കാലഘട്ടത്തിലെ എല്ലാ മനുഷ്യർക്കും വലിയ മാതൃകയും പ്രത്യാശയുമാണ് നൽകുന്നത്. ഞാൻ ഓരോ ദിവസവും ആരംഭിക്കുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതിയോടുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന തുടങ്ങിക്കൊണ്ടാണ്. അതിപ്രകാരമാണ്: ലിറ്റിൽ ഫ്ലവർ, ഗീവ് മീ എ ഫ്ലവർ ടുഡേ, ലിറ്റിൽ ഫ്ലവർ, ഷോ മീ യുവർ പവർ ടുഡേ. ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതെൻ്റെ ജീവിതത്തിൽ അതെന്നെ പലപ്പോഴും നയിച്ചിട്ടുള്ളത്. ഈ വടൂക്കര ഇടവകയിലെ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാമധേയത്തിലെ ഈ ദേവാലയത്തിൽ, ഈ ഇടവകയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ഭവനത്തിന് കൊച്ചു ത്രേസ്യ പുണ്യവതി നൽകിയിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മൂലം ഈ ഇടവകയിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നെനിക്ക് ഒരു നല്ലൊരു ഭവനം ഇവിടെ ഉണ്ടാക്കാനും ഇവിടെ സ്ഥിരമാകാനൊക്കെ പുണ്യവതിയുടെ മധ്യസ്ഥതയോടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സഹനത്തിൻ്റെയും പ്രാർത്ഥനയിലൂടെയും കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളിലൂടെയും ഒത്തിരിയേറെ ആത്മാക്കളെ നേടിയെടുത്ത ആ വിശുദ്ധിയുടെ മാതൃക ഈ ലോകത്തിന് വളരെയേറെ വിലയേറിയതാണ്. കാരണം ഇന്ന് മഹാമാരി മൂലം പലരും തങ്ങളുടെ ഭവനത്തിലും കോൺവെൻറ്റുകളിലും ആശ്രമങ്ങളിലൊക്കെയാണ്. ആ ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കൊച്ചുറാണി എന്നാണ് അപ്പച്ചൻ തെരേസയെ വിളിച്ചിരുന്നത്. മൂത്ത സഹോദരി പൗളിൻ അവളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും അവൾക്ക് ആവശ്യമായതെല്ലാം ഒരമ്മയെപ്പോലെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. തൻ്റെ സംശയങ്ങളും രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നത് പൗളിനോടായിരുന്നു. അവളുടെ മറ്റു സഹോദരിമാരായിരുന്ന മരിയ, ലയോണി, സെലിൻ എന്നിവരും അവരുടെ അനുജത്തിയെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തെരേസ വളരെ മിടുക്കിയായിരുന്നു. അമ്മയില്ലാത്ത ദുഃഖമറിയിക്കാതെ ആ പിതാവ് തൻ്റെ മക്കളെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അച്ചടക്കത്തിലും വിശുദ്ധിയിലും വളർത്തി. അമ്മ മരിച്ച ശേഷം തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട പൗളിൻ ചേച്ചി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ചേച്ചിയിൽ നിന്നുള്ള വേർപാടിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും കൊച്ചുറാണിയെ
ഏറെ തളർത്തുന്ന ഒന്നായിരുന്നു. മുഴുവൻ സമയവും ഈശോയെ സ്നേഹിക്കുന്ന കന്യകകളാണ് കർമ്മലീത്ത മഠത്തിലെന്നും അവരിലൊരാളാകാനാണ് താൻ പോകുന്നതെന്നും പറഞ്ഞ് പൗളിൻ അവളെ ആശ്വസിപ്പിച്ചു. കർമ്മല മഠത്തിൽ ചേർന്ന് ഈശോയെ സ്വന്തമാക്കാൻ കൊച്ചുറാണിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പൗളിൻ ചേച്ചി പോയതിൻ്റെ ദുഃഖത്തിൽ നിന്ന് കരകയറുമ്പോഴായിരുന്നു മരിയ, ലയോണി ചേച്ചിമാരുടെ മഠത്തിലേക്കുള്ള യാത്ര. മക്കൾ ഓരോരുത്തരും യാത്ര പറഞ്ഞ് വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ അപ്പച്ചൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകളും അവൾ മനസ്സിലാക്കി. അദ്ദേഹം പരിഭവപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല. അങ്ങനെ ചെറുതായി വന്ന മാർട്ടിൻ കുടുംബത്തിൽ സെലിനും കൊച്ചു തെരേസയും മാത്രം ശേഷിച്ചു. വിശുദ്ധ കൊച്ചു തെരേസ്യ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധയാണ്. എന്നാൽ വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ പൂച്ചിനിപ്പാടം ഇടവകയിലാണ്. വിശുദ്ധയുടെ നാമധേയത്തിൽ 23 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ വിശുദ്ധയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഇന്ന് ഈ ഇടവക ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തോട് അതിരറ്റ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്ന വിശുദ്ധ തൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിനം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ദിനമായിട്ടാണ് വിശുദ്ധ കണ്ടിരുന്നത്. വിശുദ്ധ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ഈശോ തന്നെ ആദ്യമായി ചുംബിച്ച ദിവസം എന്നാണ് വിശുദ്ധ അതിനെ വിശേഷിപ്പിക്കുക. താൻ ഈശോയാൽ സ്നേഹിക്കപ്പെട്ടു എന്ന അനുഭവം വിശുദ്ധ തൻ്റെ ജീവചരിത്രത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ദിവ്യകാരുണ്യ സ്വീകരണ ദിനത്തിന്. രണ്ടാമതായിട്ട് വിശുദ്ധയുടെ ജീവിതത്തിൽ നടക്കുന്ന അനുഭവം എന്ന് പറയുന്നത് 1886 നടന്ന ക്രിസ്തുമസ് ദിനത്തിൽ നടന്ന വലിയൊരു അത്ഭുതമാണ്. അന്നുവരെ അന്തർമുഖയായി കഴിഞ്ഞിരുന്ന വിശുദ്ധ, പ്രത്യേകിച്ചും അമ്മയുടെ മരണശേഷം അന്തർമുഖയായിട്ട് കഴിഞ്ഞിരുന്ന വിശുദ്ധ ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരുപാട് തുറവിയുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. മാത്രമല്ല, ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ ദേവാലയത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കുരിശുരൂപത്തിന് മുൻപിൽ നിന്നപ്പോൾ ഈശോയുടെ തിരുക്കരങ്ങളിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ ശേഖരിക്കുവാൻ ആരുമില്ലല്ലോ എന്നുള്ള ആശങ്കയാൽ നോവുന്ന വിശുദ്ധയെ നമ്മൾ കാണുകയാണ്. അന്നു മുതൽ വിശുദ്ധ കുരിശിന് ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധയെയാണ് സ്നേഹമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മൂന്നാമതായിട്ട് ഫ്രാൻസീനി എന്ന ഒരു കൊലപാതകിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധയെയാണ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുക. ഫ്രാൻസീനി എന്ന വ്യക്തി പാരീസിൽ വെച്ച് 2 സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും നിഷ്കരുണം കൊല ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മാനസാന്തരത്തിനായിട്ട് വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമെന്നോണം കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഫ്രാൻസീനി അവിടെ സമീപത്ത് നിന്നിരുന്ന ഒരു പുരോഹിതന്റെ കൈകളിൽ നിന്നും കുരിശുരൂപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയുടെ തിരുമുറിവുകളിൽ 3 വട്ടം ചുംബിച്ചിട്ടാണ് മരണം ഏറ്റുവാങ്ങിയത്. ആത്മാക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയൊരു പ്രചോദനം ഈ അനുഭവത്തിലൂടെ വിശുദ്ധയ്ക്ക് ലഭിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ തൻ്റെ മനസ്സിൽ മുട്ടിട്ട കർമ്മല കന്യകയാകാനുള്ള ആഗ്രഹം കൊച്ചു ത്രേസ്യയിൽ വളർന്നുകൊണ്ടിരുന്നു. തൻ്റെ ആത്മമിത്രവും സഹോദരിയുമായ സെലിൻ ചേച്ചിയോട് തെരേസ ഈ ആഗ്രഹം പങ്കുവച്ചു. 15 വയസ്സുള്ളപ്പോൾ എനിക്കും ഒരു വിശുദ്ധയാകണമെന്നവൾ എഴുതി. തൻ്റെ പിതാവായ ലൂയി മാർട്ടിൻ്റെ അനുവാദം വാങ്ങി പിതാവിനൊപ്പം മഠത്തിൽ ചേരുന്നതിനെപ്പറ്റി മെത്രാനോട് സംസാരിച്ചെങ്കിലും അല്പം കൂടി കാത്തിരിക്കാൻ മെത്രാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ റോമിലേക്ക് പോകുകയും 15-ാമത്തെ വയസ്സിൽ തന്നെ സന്യാസത്തിൽ പ്രവേശിക്കാൻ അനുമതി തരണമെന്ന് മാർപ്പാപ്പയോട് അപേക്ഷിക്കുകയും ചെയ്തു. ദൈവം കനിയുന്ന പക്ഷം നീ കർമ്മല മഠത്തിൽ പ്രവേശിക്കുമെന്ന് പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയുമായി അധികം സംസാരിക്കാൻ അംഗരക്ഷകർ അവളെ അനുവദിച്ചില്ല. അവർ അവളെ ബലമായി പിടിച്ചു മാറ്റി. ഫ്രാൻസിലെ ദേശീയ മാധ്യമങ്ങളിൽ അവളെക്കുറിച്ചുള്ള വാർത്ത വന്നു. ധീരയായ പെൺകുട്ടി എന്നാണ് മാധ്യമങ്ങൾ അവളെ വിശേഷിപ്പിച്ചത്. വീട്ടിൽ മടങ്ങിയെത്തിയ തെരേസയ്ക്ക് ഏറെ താമസിയാതെ മഠാധിപയുടെ കത്ത് കിട്ടി. മഠത്തിൽ പ്രവേശിക്കാനുള്ള അധികാരികളുടെ അനുമതി നൽകിക്കൊണ്ടുള്ള ആ കത്ത് കണ്ട് തെരേസ ആനന്ദം കൊണ്ട് മതിമറന്നു. മഠത്തിൽ പ്രവേശിക്കുന്നതിനായി അവൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. കൊച്ചു റാണി തൻ്റെ വീടിനോട് യാത്ര പറയുന്ന ദിവസം വന്നെത്തി. തൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് അവൾ വീടിൻ്റെ പടിയിറങ്ങി. മനസ്സിൻ്റെ വേദനകളിലെല്ലാം തന്നെ താങ്ങി നിർത്തിയ അപ്പൻ്റെ കരങ്ങൾ അവളെ ശക്തിപ്പെടുത്തി. മഠത്തിലെത്തി ആശീർവാദത്തിനായി തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന മകളെ
അദ്ദേഹം ചുംബിച്ചനുഗ്രഹിച്ചു. കൊച്ചു ത്രേസ്യ തൻ്റെ കർമ്മല ജീവിതം ഏറെ പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും ആരംഭിച്ചു. ഈശോയെ ഈ ഭൂമിയിൽ മറ്റാരും ചെയ്യാത്ത വിധം സ്നേഹിക്കുക എന്നതായിരുന്നു ത്രേസ്യയുടെ ജീവിതാഭിലാഷം. ഉണ്ണീശോയുടെ കളിപ്പന്തെന്നാണ് അവൾ തന്നെ വിശേഷിപ്പിച്ചത്. അധികാരികളുടെ മുന്നിൽ കൊച്ചു ത്രേസ്യ കുഞ്ഞാടിനെ പോലെ ശാന്തത പാലിച്ചു. എല്ലാവരോടും മധുരമായി സംസാരിച്ചു. സഹനങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് അവൾ തൻ്റെ സഭാവസ്ത്രം നെയ്തുകൊണ്ടിരുന്നു. 1889 ജനുവരി 10 കൊച്ചു ത്രേസ്യ കർമ്മല വസ്ത്രം സ്വീകരിച്ചു. ആ ധന്യ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ രോഗശയ്യയിലായിരുന്ന തെരേസയുടെ പിതാവിന് സാധിച്ചില്ല. വൈകാതെ പിതാവ് ലൂയി മാർട്ടിൻ്റെ മരണവാർത്ത വിശുദ്ധയെ തേടിയെത്തി. അതേ തുടർന്ന് സഹോദരി സെലിനും കർമ്മല മഠത്തിൽ ചേർന്നതോടെ കർത്താവിൻ്റെ മണവാട്ടികളുടെ ഒരു ഉദ്യാനമായി മാർട്ടിൻ കുടുംബം രൂപാന്തരപ്പെട്ടു. ഇതാണ് ലിസ്യുവിലെ കർമ്മല മഠം. വിശുദ്ധ കൊച്ചു ത്രേസ്യ 1888 മുതൽ 1897 മരിക്കുന്നതുവരെ ഇവിടെ കർമ്മലീത്തയായി ജീവിച്ചു. 1840കളിലാണ് കാർമൽ ഓഫ് ലിസ്യൂക്സ് ചാപ്പൽ നിർമ്മിച്ചത്. 1923 വിശുദ്ധ തെരേസയുടെ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കുന്നതോടെ വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അനേകം തീർത്ഥാടകർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ അപ്പം മരിച്ചത്. 5 വയസ്സുള്ളപ്പോൾ. പിന്നെ അമ്മയായിട്ടുള്ള അമ്മ എപ്പോഴും കഥ പറഞ്ഞു തരലും അതിൽ പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്, നമ്മൾ ഏത് ഇടവകയിലാണോ താമസിക്കുന്നതെങ്കിൽ ആ ഇടവകയിലെ മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥനാണ് നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ട്. നമുക്കെല്ലാം തുറന്നു പറയാനും എല്ലാം എന്ത് ആവശ്യങ്ങൾ പറയാനും സങ്കടം വിഷമം ഒക്കെ പറയാനായിട്ടുള്ള ഒരു കൂട്ടുകാരി. ഞങ്ങൾ വെങ്ങിനിശ്ശേരി ഇടവകയായിരുന്നു. വെങ്ങിനിശ്ശേരി ഇടവകയിൽ ഞാൻ വളർന്നപ്പോൾ എന്നെ പൂച്ചനിപ്പാട് ഇടവകയിലേക്കാണ്, ഈ കൊച്ചു സെമിനാരിയുടെ ഇടവകയിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ വന്ന് ഞാൻ കൊച്ചു സെമിനാരി കുർബാനകളിൽ ഓരോ കുർബാനകളിലും പുണ്യവതിയായിട്ട് കൂടുതൽ അടുക്കാനും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പറയാനും ധാരാളം സമയം എനിക്ക് കിട്ടി. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഇടവക വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. അതിനുശേഷം വളരെയധികം സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തി. അങ്ങനെ ഈ പൂച്ചനിപ്പാടം പള്ളിയുടെ വെഞ്ചിരിപ്പിന് സമയത്ത് ഈ നടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത് പുണ്യാതിയോട്, എനിക്ക് ഇടവക വിട്ടു പോകാൻ ഒട്ടും ആഗ്രഹമില്ല, ഒരു 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഒരു കുഞ്ഞി വീട് തന്ന് ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2002 21 സെൻറ്റ് സ്ഥലവും അതിനോട് ബന്ധപ്പെട്ട് നല്ലൊരു ഭവനം തന്ന് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. ഇപ്പോഴും ഓരോ ആവശ്യങ്ങളിലും എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും പഠനത്തിലും ഒപ്പം ഈ കൂട്ടുകാരി എൻ്റെ ഒപ്പം ഉണ്ട്. എന്ത് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈശോയിൽ നിന്ന് പരിശുദ്ധമ്മ വഴി എല്ലാ കാര്യങ്ങളും വാങ്ങി തന്നിട്ടുണ്ട്. ഒരു യോദ്ധാവിൻ്റെയും പ്രേക്ഷിതൻ്റെയും രക്തസാക്ഷിയുടെയും ദൈവവിളി കർമ്മല മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കൊച്ചു ത്രേസ്യ നിർവഹിച്ചു. പ്രായമായ സിസ്റ്റേഴ്സിനെ ശുശ്രൂഷിക്കാൻ അവൾ ഉത്സാഹം കാണിച്ചു. ക്ഷയരോഗം മൂലം തെരേസ ക്ഷീണിതയാകാൻ തുടങ്ങി. ദൈവസ്നേഹത്തെ പ്രതി അവളെല്ലാം സഹിച്ചു. വളരെ ലളിതമായ ജീവിതമായിരുന്നു കൊച്ചു ത്രേസ്യയുടേത്. ശാരീരിക ക്ലേശങ്ങളും മാനസിക പീഡകളും ആന്തരിക സംഘർഷങ്ങളും ഒന്നുപോലെ അലട്ടിയപ്പോഴും കൊച്ചു തെരേസ പുഞ്ചിരിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. മിഷനറി സഹോദരങ്ങൾക്കായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവൾ തൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചു. മരണക്കിടക്കയിൽ കിടന്ന് അവൾ പറഞ്ഞു, എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കും. മരണശേഷം അനുഗ്രഹങ്ങളുടെ റോസാവർഷങ്ങൾ ഞാൻ ചൊരിയും. 1897 സെപ്റ്റംബർ 20 തെളിഞ്ഞ സ്വരത്തിൽ കൊച്ചു ത്രേസ്യ അവസാനമായി ഉച്ചരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ സൗഖ്യം കിട്ടിയ പോലെ തെരേസ സൗന്ദര്യം പ്രാപിച്ചു. തുടർന്ന് ശാന്തമായി പുണ്യവതി തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. 24 വയസ്സുവരെ മാത്രം ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ചലനങ്ങൾ മനസ്സിലാക്കിയ ചേച്ചിമാർ പറഞ്ഞു, തീർച്ചയായും ഇവളൊരു വിശുദ്ധയാകും.
അധികം ആരും അറിയാതിരുന്ന കൊച്ചു ത്രേസ്യായെ മരണശേഷം ലോകമെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. അവളുടെ മധ്യസ്ഥതയിൽ രോഗശാന്തികളുണ്ടായി. കേട്ടവർ അവിടേക്ക് ഓടിയെത്തി. പിൽക്കാലത്ത് പുസ്തകങ്ങളായി മാറ്റപ്പെട്ട കൊച്ചു ത്രേസ്യയുടെ ഓർമ്മക്കുറിപ്പുകൾക്ക് വലിയ ജനപ്രീതി ലഭിക്കുകയും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. 1925 പിയൂസ് മാർപ്പാപ്പ കൊച്ചു ത്രേസ്യായെ വിശുദ്ധയായും അഖില ലോക മിഷൻ മധ്യസ്ഥയായും പ്രഖ്യാപിച്ചു. എൻ്റെ പേര് ഷീജ. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ ജീവിതത്തിൽ കൊച്ചു ത്രേസ്യ പുണ്യവതി ഇടപെട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. 2015 എനിക്ക് തണ്ടൽ വേദന തുടങ്ങി. ജോലി ഞാൻ ലീവ് എടുത്തു, കിടപ്പായി. ആയുർവേദവും അലോപ്പതിയും പലതരം മരുന്നുകളും പരീക്ഷിച്ചു. അവസാനം ഓപ്പറേഷന് ഞങ്ങൾ ഒരുങ്ങി. ആ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ എറവ് സെൻറ്റ് തെരേസാസ് പള്ളിയിൽ വെള്ളിയാഴ്ച ആചരണം തുടങ്ങുന്നത്. 3-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ വന്നതിന് ശേഷം കൊന്ത കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് മുട്ടുകുത്തിയാലോ എന്നൊരു തോന്നൽ. അങ്ങനെ ഞാൻ മുട്ടുകുത്തി നോക്കി. മുട്ടുകുത്തിയപ്പോൾ എനിക്ക് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് നോക്കി. അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും തോന്നുന്നില്ല. ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അന്നു മുതൽ ഇതുവരെയും ഞാനൊരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. ഓപ്പറേഷന് ഒരുങ്ങി നിന്ന ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കൊച്ചു ത്രേസ്യ പുണ്യവതി എനിക്ക് ചെയ്തു തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഈ പള്ളിയിൽ കൊച്ചു ത്രേസ്യയുടെ ഈ 125-ാം വർഷം ശതോത്തര രജത ജൂബിലി വളരെ ഭക്തിപൂർവ്വം ആഘോഷപൂർവ്വം തന്നെ ആചരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയോടുള്ള ഭക്തി ഈ ഇടവക്കാർക്ക് മാത്രമല്ല അന്യ ഇടവകളിൽ നിന്ന് പോലും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയും ആളുകൾ ഇങ്ങോട്ട് ഈ ഭക്തിയുമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് പ്രകടമായി കാണാവുന്നൊരു കാര്യമാണ് ഇവിടെ അനേകം കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ ചോറൂട്ട് ചെയ്യാറുണ്ട്. വിശുദ്ധയുടെ സന്നിധിയിൽ കൊച്ചു മധ്യസ്ഥതയിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വിശുദ്ധ സാന്നിധ്യത്തിലാണ് എഴുത്തിനിരുത്താനായിട്ട് വിദ്യാരംഭത്തിനായിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഈ ഇടവകയിൽ മാത്രമല്ല ആ ഇടവകളിൽ നിന്ന് പോലും കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ എഴുത്തുന്ന രീതി പതിവുണ്ട്. അത് വളരെ താല്പര്യപൂർവ്വം അത് വന്ന് വിശുദ്ധയുടെ പാദം എന്തെങ്കിലും വന്ന് എഴുതിനെടുത്തുക എന്നുള്ള രീതിയുണ്ട്. ചിലർ വിശുദ്ധയുടെ പക്കൽ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ ഭക്തിയുടെയൊക്കെ ഒരു വലിയ ഒരു കാര്യമാണ് തിരുനാളോടനുബന്ധിച്ച് റോസാപ്പൂ നേർച്ച. ഈ അനേകം പേര് 16 കണക്കിന് റോസാപ്പൂക്കൾ നമ്മൾ കൊണ്ടുവരും. അത് ആശീർവദിച്ച് ആളുകൾ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ റോസാപുഷ്പം വർഷിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ് റോസാപ്പൂ നേർച്ച. അതുകൊണ്ട് തന്നെ അനേകം സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ആളുകൾ വന്ന് ആ ദിവസം വന്ന് ഈ റോസാപ്പൂ നേർച്ച നടത്താറുണ്ട്. റോസാപ്പൂ വീടുകളിൽ കൊണ്ടുപോകാറുണ്ട്. ഇത്തരത്തിൽ തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഈ ദേവാലയം അതിൻ്റെ കപ്പൽ ഷേപ്പിൻ്റെ മനോഹാരിത കൊണ്ടും ആകർഷകമാണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ പ്രത്യേകമായിട്ട് ഈ ഇടവകയെയും ഇവിടെ വരുന്നവരെയും മധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. 1997 കത്തോലിക്കാ സഭ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വേദപാരംഗതയുടെ ഡോക്ടർ ഓഫ് ദ ചർച്ച് പദവി നൽകി ബഹുമാനിച്ചു. ലിസ്യുവിൽ വിരിഞ്ഞ പനിനീർ പുഷ്പം സ്വർഗത്തിൻ്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ ചെറുപുഷ്പമായി നിത്യം ശോഭിക്കുന്നു. വിശുദ്ധയുടെ കൊച്ചു ജീവിതത്തിലെ പോലെ ചിരിച്ചും ചിരിപ്പിച്ചും സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും ക്ഷമിച്ചും സഹിച്ചും വിട്ടുകൊടുത്തും എളിമപ്പെട്ടും നമ്മുടെ ജീവിതങ്ങളും സ്വർഗത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹങ്ങളാകട്ടെ. നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം തേടാം. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ പുണ്യവതി നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ വർഷിക്കട്ടെ.
അതിരുകളില്ലാത്ത ചൈതന്യമേ, ഉറവകൾ വറ്റാത്ത കാരുണ്യമേ, കർമ്മല ഭവനത്തിൻ പുണ്യമാം വനികയിൽ, കർമ്മല ഭവനത്തിൻ പുണ്യമാം വനികയിൽ തളിരിട്ട സ്വർഗീയ ചെറുപുഷ്പമേ, അതിരുകളില്ലാത്ത ചൈതന്യമേ, ഉറവകൾ വറ്റാത്ത കാരുണ്യമേ. സ്നേഹാർദ്രമാകുന്നു ഹൃദയം, തരളിതമാകുന്നു ദീപ്തം. സ്നേഹാർദ്രമാകുന്നു ഹൃദയം, തരളിതമാകുന്നു ദീപ്തം. അശരണർ ഞങ്ങളിൽ ചൊരിയണമേ, നിർമ്മല സ്നേഹമാം പനിനീർപ്പൂക്കൾ. നിത്യവിശുദ്ധയാം കൊച്ചു ത്രേസ്യേ, നേരിന്റെ മെഴുതിരി വെളിച്ചമാകൂ. നിത്യവിശുദ്ധയാം കൊച്ചു ത്രേസ്യേ, നേരിന്റെ മെഴുതിരി വെളിച്ചമാകൂ. അതിരുകളില്ലാത്ത ചൈതന്യ